ഈ കോൺഗ്രസ് നേതാക്കളോട് ഒരു അപേക്ഷയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയെയും പദവിയെയും മാത്രം ഓർത്താൽ പോരാ. കേരളത്തിലെ ജനങ്ങളെ കൂടെ ദയവ് ചെയ്ത് ഈ ദശാസന്ധിയിൽ ഓർമ്മകളിൽ ഉണ്ടാവണം. കാരണം ഇന്ന് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകൾ, CPM-കാർ പോലും ഈ സംസ്ഥാനത്തൊരു ഭരണമാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാ. അത് നിങ്ങൾ അധികാരത്തിൽ വന്നാൽ പാലും തേനും ഒഴുക്കുമെന്ന് വിചാരിച്ചിട്ടല്ല. ഇന്നത്തെ സർക്കാരിൽ നിന്നൊരു രക്ഷ എങ്ങനെയെങ്കിലും ഇവരെ ഒഴിവാക്കി കിട്ടണം. അത്രയ്ക്ക് അഹങ്കാരവും ധിക്കാരവും ധാർഷ്ട്യവും സ്വജനപക്ഷപാതവും തനിക്ക് താൻ പോരിമയും ഏകാധിപത്യവും പിന്നെ ഭരണരംഗത്ത് മുഴുവൻ കുത്തഴിഞ്ഞു കിടക്കുക. ക്രമസമാധാനമില്ല. നിയമം ലംഘിക്കുന്നതും പൊതു റോഡിൽ സ്റ്റേജ് കെട്ടി യോഗം നടത്തുന്നതും പാർട്ടിക്കാരെ തന്നെയാണ്. വിലക്കയറ്റം പൊറുതി മുട്ടിയിരിക്കുക കേരളത്തിലെ ജനങ്ങൾ. അവരൊരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയുടെ കാര്യങ്ങളുമായി കെട്ടിമറിയുമ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർക്കണം. നിങ്ങൾ വീണ്ടും ഇടതുപക്ഷ മുന്നണിയെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് ജനങ്ങളെ നിർബന്ധിക്കരുത്. പഴയ ഗ്രൂപ്പ് കാലത്തെ സൗകര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അന്നൊക്കെ ഒരു കാര്യം തീരുമാനിക്കണമെങ്കിൽ അതിൻ്റെ പ്രോസസ് ഉണ്ട്. ആ പ്രോസസ്സിനോട് വളരെ ഭംഗിയായിട്ട് പുഷ്പം പോലെ സംഗതികൾ നടത്തിയെടുക്കാം. ഇപ്പോൾ ഒരു പുതിയ പ്രസിഡന്റിനെ വേണം. അപ്പോൾ എന്ത് ചെയ്യും? ഗ്രൂപ്പ് നേതാക്കൾ തമ്മിൽ ആലോചിക്കും. ആദ്യകാലത്താണെങ്കിൽ കരുണാകരനും ആന്റണിയും അവർ തമ്മിലൊരു ചർച്ച നടത്തുന്നു. പിന്നീട് ഹൈക്കമാൻഡിന്റെ മുമ്പിലേക്ക് അതുമായിട്ട് പോകുന്നു. ചിലപ്പോൾ ഈ ഹൈക്കമാൻഡിലേക്കുള്ള യാത്ര, ഡൽഹി യാത്ര ചിലപ്പം 2, 3, 4 തവണയൊക്കെ വേണ്ടി വന്നേക്കാം. ഈ ദീപാദാസ് മുൻഷി ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നതിനൊക്കെ അസൗകര്യമാണല്ലോ അവിടെ. ഇവിടെയാണെങ്കിൽ അവർക്ക് നല്ല 1-ാം തരം ഹോട്ടലിൽ മുറിയൊക്കെ എടുത്തു കൊടുക്കണം. അവിടെ 100, 140 രൂപ കൊടുത്താൽ കേരള ഹൗസിലെ നല്ല ഗംഭീര മുറികൾ കിട്ടും. അപ്പൊ അവിടെ ചെല്ലുന്നു, ഹൈക്കമാൻഡിനെ കാണുന്നു, ചർച്ച നടത്തുന്നു, വീണ്ടും കേരളത്തിൽ വരുന്നു, അവരുടെ ആൾക്കാരുമായിട്ടൊരു ചർച്ച. അങ്ങനെ എല്ലാവരുടെയും മനസ്സൊന്നും അറിയേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇടയ്ക്ക് 1, 2 പത്രസമ്മേളനങ്ങൾ ഉണ്ടാവും. 2 ഗ്രൂപ്പുകളുടെയും വക. അതിൽ പരസ്പരം 4 പള്ളു പറയും. അത് കഴിഞ്ഞിട്ട് ഒരു ഡൽഹിക്ക് പോക്കുണ്ടാവുമ്പോഴേക്ക് സംഗതികൾ തീരുമാനമാവും. വളരെ എളുപ്പമായിരുന്നു. വളരെ പെട്ടെന്ന് കാര്യങ്ങൾ പരിഹരിക്കാമായിരുന്നു. പിന്നീട് കരുണാകരനും ഉമ്മൻചാണ്ടിയും തമ്മിലായപ്പോഴും ഇത് തന്നെയായിരുന്നു രീതി. ഉമ്മൻചാണ്ടിയും രമേശും തമ്മിലായപ്പോഴും ഇതേ പ്രോസസ്സായിരുന്നു. അന്ന് കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കുമായിരുന്നു. ഇപ്പോഴിപ്പോൾ എല്ലാവരുടെയും മനസ്സറിയാൻ നടക്കുക.